നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ശാസ്ത്ര നിശ്ചിത മോഡലാണ്. അതായത് മോൾട്ടൺ സാൾട്ട് സോളാർ ടെക്നോളജി എന്ന പുത്തൻ വിദ്യയാണ്. ഇത് രാത്രികാലങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ഇന്ധന നിർമ്മാണത്തിനും ഫെർട്ടിലൈസർ ഉൽപാദനമാണ് നാം ഉപയോഗിക്കുന്നത്. ഇത് സാൾട്ട് റിസീവർ. ഇതിനുള്ളിലെ മോൾട്ടൺ സാൾട്ട് ആണ് നമ്മുടെ ഈ സ്റ്റിൽ മോഡലിലെ പ്രധാന കഥാപാത്രം. പിന്നെ ഇത് എന്തെന്ന് വെച്ചെങ്കിൽ ഹീലിയോസ്റ്റാറ്റ്. ഇതിന് ചുറ്റുമുള്ള മണ്ഡലത്തെയാണ് ഹീലിയോസ്റ്റാറ്റ് ഫീൽഡ് എന്ന് പറയുന്നത്. ഈ ഹീലിയോസ്റ്റാറ്റ് ഫീൽഡിൽ സൂര്യരശ്മികൾ പതിക്കുമ്പോൾ ഇതിലെ സിലിക്ക ജെൽ സൂര്യരശ്മികൾ അബ്സോർവ് ചെയ്യും. കൂടാതെ തന്നെ ബാക്കിയുള്ള താപോർജ്ജത്തെ നാം ഈ സാൾട്ട് റിസീവറിലെ ടാർഗറ്റ് പോയിന്റിൽ എത്തിക്കപ്പെടുന്നു. ഈ ടാർഗറ്റ് പോയിന്റ് 220 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന 60% പൊട്ടാസ്യം നൈട്രേറ്റും 40% സോഡിയം നൈട്രേറ്റുമാണ്. ഈ മിശ്രിതം 220 ഡിഗ്രി സെൽഷ്യസ് ചൂടാകുമ്പോൾ തന്നെ ഇത് മോൾട്ടൺ രൂപത്തിലാകുന്നു. അങ്ങനെ 290 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ പ്രവർത്തനം കഴിഞ്ഞ് കോൾഡ് സാൾട്ട് സ്റ്റോറേജ് ടാങ്കിലെത്തിയ മോൾട്ടൺ സാൾട്ട് സ്റ്റീം പൈപ്പ് വഴി വീണ്ടും സാൾട്ട് റിസീവറിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു. ഇതിലെ താപോർജ്ജം അതായത് ഊഷ്മാവ് 550 ഡിഗ്രി സെൽഷ്യസ് ചൂടാകുമ്പോൾ ഇത് മൾട്ടി സെല്ലുലാർ പൈപ്പ് വഴി ഹോട്ട് സാൾട്ട് സ്റ്റോറേജ് ടാങ്കിൽ എത്തിക്കപ്പെടുന്നു. ഈ ഹോട്ട് സാൾട്ട് സ്റ്റോറേജ് ടാങ്കിന്റെ പ്രധാന പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് മോൾട്ടൺ സാൾട്ടിനെ കൂടുതൽ സമയം നിലനിർത്താൻ സാധിക്കും. ഇതിന്റെ തെർമൽ കപ്പാസിറ്റി 110 മെഗാവാട്ട് പെർ ഹവർ ആണ്. ഇതിന് 8,75,000 ലിറ്റർ വരെ മോൾട്ടൺ സാൾട്ടിനെ ശേഖരിക്കാൻ സാധിക്കും. ഈ 2 ലെയറാണുള്ളത്, അപ്പർ ലെയർ, ലോവർ ലെയർ. ഈ ലോവർ ലെയറിലുള്ള ദ്വാരങ്ങളിലൂടെ ഇത് ഉണ്ടാക്കാൻ നിർമ്മിച്ചിരിക്കുന്നത് മൈൽഡ് കാർബൺ സ്റ്റീലാണ്. ഇതിൻ്റെ ലോവർ ലെയറുള്ള ദ്വാരത്തിലെ കൂടി ഈ കാർബൺ ഇതിൻ്റെ 10 മീറ്റർ അകലെയുള്ള മോയ്സ്ചറസ് ഗ്യാസിനെല്ലാം അബ്സോർവ് ചെയ്യും. ഇതിൽ എത്തിക്കപ്പെട്ട ഈ മോൾട്ടൺ സാൾട്ട് വീണ്ടും സൂപ്പർ ഹീറ്ററിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു. ഇത് 595 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിനുള്ള ഊഷ്മാവ്. അത് ഈ സൂപ്പർ ഹീറ്ററിന്റെ പ്രധാന പ്രത്യേകത എന്ന് വെച്ചെങ്കിൽ ഇത് 595 ഡിഗ്രി സെൽഷ്യസ് ചൂടായത് 1030 ഡിഗ്രി, അതായത് ഇരട്ടിക്കും അതിന്റെ ഊഷ്മാവ്. ഇരട്ടിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യമെന്ന് വെച്ചെങ്കിൽ ഈ സ്റ്റീം ജനറേറ്ററിന്റെ പ്രവർത്തനം എളുപ്പമാക്കാൻ വേണ്ടിയാണ് നാം ഇതിലെ ഊഷ്മാവ് വർദ്ധിപ്പിക്കപ്പെടുന്നത്. ഇതിൽ നിന്നും ആവശ്യം ഇല്ലാത്തത്, അതായത് ഇമ്പ്യൂരിറ്റി വസ്തുക്കളെല്ലാം ഫീഡ് വാട്ടർ പ്രീഹീറ്ററിലേക്ക് എത്തിക്കപ്പെടുന്നു. ആവശ്യാനുസരണ ഇതിൽ നിന്നും നമുക്ക് പവർ പ്ലാന്റിലേക്ക് റെഗുലേറ്റർ ഉപയോഗിച്ച് പമ്പ് ചെയ്യാൻ സാധിക്കും. ഈ സ്റ്റീം ജനറേറ്ററിൽ നിന്നും നമുക്ക് ടെമ്പറേച്ചർ സൂപ്പർ ഹീറ്റർ വഴി HP ടർബൈൻ കറക്കാൻ സാധിക്കുന്നു. സ്റ്റീം അമിത വേഗത്തിൽ കടന്നു ചെല്ലുമ്പോൾ HP ടർബൈൻ പ്രവർത്തിച്ച് ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അതായത് മണിക്കൂറിൽ 895 മെഗാവാട്ട് പെർ ഹവർ വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെ HP ടർബൈൻ 1030 ഡിഗ്രി സെൽഷ്യസ് ചൂടായ ഊഷ്മാവ്, മോൾട്ടൺ സാൾട്ട് ഊഷ്മാവ് HP ടർബൈനിൽ എത്തിക്കപ്പെടുന്നു. അതിൽ നിന്നും റീഹീറ്റർ പ്രോസസ് വഴി അതിൻ്റെ ഊഷ്മാവ് പാതിയായി മടക്കുന്നു, അതായത് 595 ഡിഗ്രി സെൽഷ്യസ് ആയി മടക്കുന്നു. അതിൽ നിന്നും LP ടർബൈൻ പ്രവർത്തിക്കുന്നു. LP ടർബൈൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് വെച്ചാൽ അതിൻ്റെ ടെമ്പറേച്ചർ കഴിയുന്നത്ര കുറയ്ക്കും. എന്ന് വെച്ചെങ്കിൽ കണ്ടൻസറിൻ്റെ പ്രക്രിയ, അതായത് സാന്ദ്രീകരണ പ്രക്രിയ എളുപ്പമാക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ ഊഷ്മാവ് ചുരുക്കുന്നത്. അങ്ങനെ കണ്ടൻസർ ഉള്ള ഫാൻ കറങ്ങി കണ്ടൻസർ പ്രവർത്തിക്കും. കണ്ടൻസർ ചെയ്യപ്പെട്ട മോൾട്ടൺ സാൾട്ട് കണ്ടൻസേറ്റ് ടാങ്കിൽ ശേഖരിക്കും. കണ്ടൻസേറ്റ് ടാങ്കിൽ നിന്ന് വീണ്ടും സ്റ്റീം പൈപ്പ് വഴി ഫീഡ് വാട്ടർ പ്രീഹീറ്ററിലേക്ക് എത്തിക്കപ്പെടും. ഇതിൽ നിന്ന് ഇമ്പ്യൂരിറ്റീസ് എല്ലാം ഫീഡ് വാട്ടറിൽ അവിടെ ശേഖരിച്ച് വെച്ച് പ്യുവറായ സബ്സ്റ്റൻസ് വീണ്ടും കോൾഡ് സാൾട്ട് സ്റ്റോറേജ് ടാങ്കിലേക്ക് എത്തിക്കപ്പെടുന്നു. ഈ കോൾഡ് സാൾട്ടിന് ഈ സാൾട്ട് റിസീവറിലെ ടെമ്പറേച്ചർ 290 ആകുമ്പോൾ ഇത് വീണ്ടും സ്റ്റീം പൈപ്പ് വഴി സാൾട്ട് റിസീവറിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഇതിൻ്റെ പ്രക്രിയ ഇങ്ങനെ റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇത് നമുക്ക് എക്കോ ഫ്രണ്ട്ലി ആണ്. എന്ന് വെച്ചെങ്കിൽ ഈ മോൾട്ടൺ സാൾട്ട് അതിൻ്റെ വിസ്കോസിറ്റി കുറവ്, അതായത് ലെയർ തമ്മിലുള്ള ഫ്രിക്ഷൻ വളരെയധികം കുറവാണ്. വെള്ളത്തെ പോലെ തന്നെയാണ് ഇതിൻ്റെ സ്വഭാവം. ഈ മോൾട്ടൺ സാൾട്ട് അഥവാ ഇതിനുള്ളിൽ ഈ സാൾട്ട് സ്പ്ലിറ്റ് ചെയ്തെങ്കിൽ തന്നെ ഇത് മണ്ണുമായി ലയിക്കില്ല. മണ്ണുമായി ലയിച്ചാൽ നമുക്ക് ഷോവൽ ഉപയോഗിച്ച് ഇതിന് വീണ്ടും മോൾട്ടൺ സാൾട്ട് റിസീവറിലേക്ക് എത്തിക്കാം. ഇതിൽ നിന്ന് ഉൽപ്പാദിച്ച വൈദ്യുതി നമ്മുടെ ഫ്യൂച്ചർ പ്ലാനായ ഗ്രീൻ സോളാർ സിറ്റിയിലേക്ക് എത്തിക്കപ്പെടുന്നു. ഇതെന്ന് വെച്ചാൽ നമ്മുടെ റിസർച്ച് സാൻഡിയ ലബോറട്ടറിയിൽ നടത്തിയത് ഓയിൽ, റോക്ക്, സ്റ്റീം പൈപ്പ് ഉപയോഗിച്ചാണ് നടത്തിയത്. പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സോഡിയം നൈട്രേറ്റ്, അതായത് ഉപ്പ്, പിന്നെ പൊട്ടാസ്യം നൈട്രേറ്റ്, ബേരിയം നൈട്രേറ്റ്, സിൽവർ നൈട്രേറ്റ് എന്നീ സാൾട്ടുകൾ ഇതിൽ ഉപയോഗിച്ചുകൂടാ എന്നതായിരുന്നു നമ്മുടെ പ്രധാന ലക്ഷ്യം ഈ റിസർച്ച്. അങ്ങനെ റിസർച്ച് നമ്മൾ കണ്ടത് ഈ ജെറ്റ് ട്യൂബിലൂടെ ഈ സാൾട്ടെല്ലാം കടത്തി വിടുമ്പോൾ ഇതിൽ 60% സാൾട്ടും ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. പക്ഷേ പൊട്ടാസ്യം നൈട്രേറ്റ്, സോഡിയം നൈട്രേറ്റ്, അതായത് മോൾട്ടൺ സാൾട്ടിൻ്റെ മിശ്രിതം ബ്ലോക്ക് ചെയ്യാതെ ഈസിയായി പമ്പ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മിശ്രിതം മോൾട്ടൺ രൂപത്തിലാക്കി ഈ പവർ പ്ലാന്റിലേക്ക് ഉപയോഗിക്കുന്നു. നമുക്ക്
നമുക്കറിയാം, ലോകത്തിൽ വച്ച് ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യ 2ാം സ്ഥാനമാണ് വഹിക്കുന്നത്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. അതിൽ നമുക്ക് അഭിമാനിക്കാം. എന്നാൽ ട്രെയിൻ അപകടങ്ങളുടെ കാര്യമെടുത്താൽ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ ഇത് വളരെയധികം കൂടുതലാണ്. ശക്തമായ സുരക്ഷാ സംവിധാനത്തിൻ്റെ അഭാവമാണ് ഇതിന് പ്രശ്നം. ഇതിനൊരു ശാശ്വത പരിഹാരമാണ് ഈ ഓട്ടോമാറ്റിക് സിഗ്നൽ സിസ്റ്റം. ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാൽ 2 സെൻസറും 2 ലേസറുമാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും അടങ്ങിയിട്ടുള്ളത്. ട്രാക്കിൻ്റെ ഈ ഭാഗത്തായിട്ട് കാണുന്നത് ഒരു സെൻസറും ഈ ഭാഗത്തായിട്ട് കാണുന്നത് മറ്റൊരു സെൻസറുമാണ്. ഇത് രണ്ടുമാണ് ലേസർ. നമുക്കറിയാം, ലേസർ എല്ലാ ഭാഗത്തേക്കും ലേസർ തരംഗങ്ങൾ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് പോകുന്ന ലേസർ തരംഗങ്ങളെ ഈ സെൻസർ പൂർണ്ണമായിട്ട് സ്വീകരിക്കുകയും ഇങ്ങോട്ട് പോകുന്ന ലേസർ തരംഗങ്ങളെ ഈ സെൻസർ പൂർണ്ണമായിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ സെൻസറും ഈ ലേസറും തമ്മിലുള്ള ബന്ധവും ഈ ലേസറും ഈ സെൻസറും തമ്മിലുള്ള ബന്ധവും പൂർണ്ണമായിട്ട് രൂപീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾ ഇതിൻ്റെ ഇടയിൽ വരികയാണെങ്കിൽ ആ ഒബ്സ്റ്റക്കിളിൽ തട്ടി ലേസർ തരംഗങ്ങൾ ചിന്നിച്ചിതറി പോവുകയും സെൻസറിന് അത് സ്വീകരിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇപ്പോൾ ട്രെയിൻ ഇതുവഴി വന്ന് ഈ സെൻസറിനെയും ഈ ലേസറിനെയും മുറിച്ച് കടക്കുമ്പോൾ ട്രെയിൻ ഒരു ഒബ്സ്റ്റക്കിളായിട്ട് മാറുകയാണ്. അങ്ങനെ വരുമ്പോൾ ട്രെയിനിൽ തട്ടി ലേസർ തരംഗങ്ങൾ ചിന്നിച്ചിതറി പോവുകയും സെൻസറിന് സ്വീകരിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. ആ സിഗ്നൽ നേരെ എത്തുന്നത് കൺട്രോൾ യൂണിറ്റിലേക്കാണ്. കൺട്രോൾ യൂണിറ്റിലെ റിലേകളും മറ്റും പ്രവർത്തിച്ച് മോട്ടോർ വഴി റെയിൽവേ ഗേറ്റ് താനെ അടയുകയും വണ്ടികൾക്ക് പോകാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. ശേഷം ട്രെയിൻ സുഗമമായി സഞ്ചരിച്ച് ഈ ലേസറിനെയും ഈ സെൻസറിനെയും കടന്നു കഴിയുമ്പോൾ ട്രെയിൻ വീണ്ടും ഒരു ഒബ്സ്റ്റക്കിളായിട്ട് മാറുകയാണ്. അപ്പോൾ ആ വിവരം നേരെ കൺട്രോൾ യൂണിറ്റിലേക്ക് എത്തുകയും മറ്റൊരു റിലേ പ്രവർത്തിച്ച് മോട്ടോർ റിവേഴ്സായി റെയിൽവേ ഗേറ്റ് താനെ തുറയുകയും വണ്ടികൾക്ക് പോകാൻ കഴിയുകയും ചെയ്യുന്നു. ട്രെയിനും ഇതുവഴി സുഗമമായി സഞ്ചരിക്കാൻ വണ്ടികൾക്കും സുഗമമായി മുന്നോട്ട് നീങ്ങാൻ കഴിയുകയും ചെയ്യുന്നു. ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ബിലിംബിയാണ്. ബിലിംബിക്ക് അനേക ഔഷധ ഗുണങ്ങളുണ്ട്, അതുപോലെ തന്നെ അതിന് ഉപയോഗങ്ങളുണ്ട്. ബിലിംബിയുടെ ഔഷധ ഗുണങ്ങളാണ്: ബിലിംബിയുടെ കായ്കൾ പ്രമേഹം, രക്തസമ്മർദ്ദം, ഛർദി, ഹൈപ്പർ കൊളസ്ട്രീമിയ തുടങ്ങിയ രോഗങ്ങൾക്കായി ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ ബിലിംബിയുടെ ഇലകൾ മുണ്ടിനീര്, മുഖക്കുരു, പല്ലുവേദന, പ്രമേഹം തുടങ്ങിയ അനേക രോഗങ്ങൾക്കും ഉപയോഗകാരിയാണ്. കൂടാതെ ബിലിംബിയുടെ പൂവ് നല്ലൊരു ഫുഡ് കളറായും ഉപയോഗിക്കാവുന്നതാണ്. ബിലിംബിയുടെ വേര് നല്ലൊരു ദാഹശമനിയായും ഉപയോഗിക്കുന്നു. കൂടാതെ ഇതൊക്കെ ഞങ്ങൾ ബിലിംബി ഉപയോഗിച്ചുണ്ടാക്കിയ വിഭവങ്ങളാണ്. ബിലിംബി ഒരിക്കലും തനിച്ച് കഴിക്കരുത്. എപ്പോഴും ആൽക്കലി അടങ്ങിയ പദാർത്ഥങ്ങളോടൊപ്പം ന്യൂട്രലാക്കി കഴിക്കുന്നതായിരിക്കും നല്ലത്. ഞങ്ങളെ മോഡൽ എന്താ വെച്ചാൽ ഹൈഗ്രോമീറ്റർ, ഹ്യൂമിഡിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു ചെറിയ ഉപകരണമാണ്. ഇത് വർക്കാന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളെ ഹ്യൂമൻ ഹെയറിൽ, ഇപ്പോൾ ഞങ്ങൾ ഹെയറിൽ ഹ്യൂമിഡിറ്റി കണ്ടുപിടിക്കാനുള്ള പവർ ഉണ്ട് തിങ്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഈ ഹെയറിൽ ഞങ്ങൾക്ക് ഹ്യൂമിഡിറ്റി കണ്ടുപിടിക്കാനുള്ള പവർ ഉണ്ട്. ഇപ്പോൾ ഇതിനെ കണ്ടുപിടിച്ച ആരാ വെച്ചാൽ 1789 സ്വിസ് സയൻറ്റിസ്റ്റായ ഹൊറാസ് ബെനഡിക്ട് ഡിസൂസറാണ് ഇതിനെ കണ്ടുപിടിച്ചത്. ഇതിൽ ഞങ്ങൾക്ക് ഇൻഡോർ ഹ്യൂമിഡിറ്റിനെ കണ്ടുപിടിക്കാം. ഇപ്പോൾ 20% ഹ്യൂമിഡിറ്റി ഇവിടെ ഉണ്ട്. ഇതിൽ ഞങ്ങൾക്കിപ്പോൾ സ്ട്രോ ആണ് ഞങ്ങളെ പോയിൻ്റർ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഞങ്ങൾക്കിങ്ങനെ എവിടെ പോയി വെച്ചാലും ഇത് ഞങ്ങൾക്ക് ഹ്യൂമിഡിറ്റി കാണിക്കും. ഇപ്പോൾ ഞങ്ങൾക്ക് 0 ഡിഗ്രി ടു 100 ഡിഗ്രി മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഹെയറിനെ ഡ്രൈ ചെയ്ത് വെക്കുക. അത് എവിടെ നിൽക്കുന്നോ അവിടെ 0 പോയിൻ്റർ, എന്നിട്ട് 10 നിമിഷം കഴിഞ്ഞിട്ട് എവിടെ താഴെ നിൽക്കുന്നോ അത് 100 പോയിൻ്റായി ഞങ്ങൾ പിന്നെ 5 ഈക്വൽ ഡിവിഷൻസ് ചെയ്ത് മാർക്ക് ചെയ്യും. അങ്ങനെ ഞങ്ങൾക്ക് ഹ്യൂമിഡിറ്റി അറിയാൻ പറ്റും. ഇതിലിപ്പോൾ 20% ഹ്യൂമിഡിറ്റി ഇവിടെ ഉണ്ടെന്നാണ് ഇത് കാണിക്കുന്നത്. ഇത് എവിടെയെല്ലാം യൂസ് വെച്ചാൽ വുഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൽ ഇത് വളരെ യൂസാണ്. ഇപ്പോൾ വയലിൻ, ഗിറ്റാർ, അതിൻ്റെ സ്ട്രിങ് ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കോട്ടിംഗ് ഇൻഡസ്ട്രി, അവിടെയും ഹ്യൂമിഡിറ്റി കൂടുതലുണ്ടായെങ്കിൽ ഇപ്പോൾ കോട്ടിങ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. ഈ ഉപകരണം വളരെ യൂസ്ഫുള്ളാണ്. ഇപ്പോൾ പല രീതിയിലുള്ള ഇത് ഹൈഗ്രോമീറ്റർ വന്നിട്ടുണ്ട്. ഡയൽ ഹൈഗ്രോമീറ്റർ, ഇലക്ട്രോണിക്കൽ ഹൈഗ്രോമീറ്റർ, അതിനെല്ലാം ഒരു രീതിയിലുള്ള മാതിരിയായത് വെച്ചാൽ ഇതാണ്. ഹൊറാസ് ബെനഡിക്ട് ഡിസൂസർ
ഇൻവെൻറ്റ് ചെയ്ത ഈ ഹൈഗ്രോമീറ്ററാണ്.